ഹലോ എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. സോ നമ്മൾ ആക്ച്വലി ഇന്ന് എടുക്കാൻ പോകുന്നത് പോളിറ്റിയാണ്. പോളിറ്റിയിൽ തന്നെ ആർട്ടിക്കിൾ 200 to 300 വരെയാണ് നമ്മൾ ഇന്ന് ആക്ച്വലി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ ആർട്ടിക്കിൾസ് ഞാൻ പറയട്ടെ. നമ്മളിപ്പോൾ ആർട്ടിക്കിൾ 1 to ആർട്ടിക്കിൾ 200 വരെ കംപ്ലീറ്റ് ചെയ്തു. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ആർട്ടിക്കിൾസ് ബേസ് ചെയ്തിട്ട് മുമ്പോട്ടൊക്കെ ടോപ്പിക്സ് പഠിക്കാനുണ്ട്. പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് പഠിക്കാനുണ്ട്, പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പഠിക്കാനുണ്ട്, വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്, പാർലമെൻ്ററി സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പഠിക്കാനുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയെക്കുറിച്ച് മുമ്പോട്ടേക്ക് പഠിക്കാനുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ മുമ്പോട്ടേക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആർട്ടിക്കിൾ 200 ഒരു ഗവർണർ ആസെൻറ്റ് ടു ബിൽസ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ആർട്ടിക്കിൾ 214 ഹൈക്കോർട്ടിനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ എന്നൊക്കെ ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ പാർട്ട് ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഈ ആർട്ടിക്കിൾസ് ആക്ച്വലി ഓരോ പ്രസിഡൻഷ്യൽ സിസ്റ്റം, പാർലമെൻ്ററി സിസ്റ്റം ഒക്കെ എടുക്കേണ്ടതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഇമാജിൻ, ഇപ്പോൾ നിങ്ങൾ കോർട്ടിനെ കുറിച്ച്, ജുഡീഷ്യറിയെ കുറിച്ച് എടുക്കുമ്പോൾ ആർട്ടിക്കിൾ 214, 217, 226, 227 ഒക്കെ പഠിക്കും. ശേഷം ഗവർണറെ കുറിച്ച് വരുമ്പോൾ 200 to 213 പഠിക്കും. ഒരു സീക്വൻഷ്യൽ മാനറിൽ ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരു സീക്വൻഷ്യൽ മാനറിലാണ്. 1 to 40 വരെ കംപ്ലീറ്റ് ചെയ്തു, 40 to 70 വരെ കംപ്ലീറ്റ് ചെയ്തു, 70 to 100 വരെ കംപ്ലീറ്റ് ചെയ്തു. 100 to 200 ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ആർട്ടിക്കിൾസേ പഠിക്കാനുള്ളൂ. ബാക്കി എല്ലാ ആവശ്യമില്ല. കാരണം നിങ്ങൾ അഡ്വക്കേറ്റ്സ്, ലോയേഴ്സ് ഒന്നും അല്ല, നിങ്ങൾ ജസ്റ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതാണ്. എക്സാമിന് വേണ്ട കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ടായത് നോക്കി. ഇനി 200 to 300 വളരെ കുറച്ച് ആർട്ടിക്കിൾസ് നോക്കാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാം ഒന്നും നോക്കാനില്ല. ഇപ്പോൾ 200 ആർട്ടിക്കിൾ 212, 21, 202, പിന്നെ ഡയറക്റ്റ്ലി 213 ആണ് ആക്ച്വലി. അതിൻ്റെ ഇടയിൽ 203 to 212 വരെ ആക്ച്വലി വരുന്നില്ല. സോ 200, 201, 202, ശേഷം 213, ഇങ്ങനെ കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ പഠിക്കാനുള്ളൂ. 300 ആകുമ്പോഴത്തേക്ക് യു ആർ ഡൺ. ഓക്കെ, സോ 300 വരെ നമുക്ക് നോക്കാം. ഗവർണർ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ആർട്ടിക്കിൾ 200, ഗവർണർ അസെൻറ്റ് ടു ബിൽസ്. ഗവർണർ ക്യാൻ ഗീവ് അസെൻറ്റ്, വിത്ത് ഹോൾഡ് ഓർ സെൻഡ് ഇറ്റ് ബാക്ക്. ഗവർണറിൻ്റെ അടുത്തൊരു ബില്ല് കൊടുത്താൽ ഗവർണർ അത് വിത്ത് ഹോൾഡ് ചെയ്യാം, തിരിച്ചു കൊടുക്കാം, അക്സെപ്റ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ഗവർണറിന് ചെയ്യാനുള്ള അധികാരമുണ്ട്. മെനി ഗവർണേഴ്സ് ഡിലേ അസെൻറ്റ് ടു ബിൽസ് ഇൻ സ്റ്റേറ്റ് ലൈക്ക് തമിഴ്നാട് ഓർ ഇൻ കേരള. കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, കേട്ടിട്ടുണ്ടാവും. സോ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോഴാണ് ഗവർണറിൻ്റെ പദവിയൊക്കെ പവേഴ്സൊക്കെ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ശ്രമിച്ചത്. ഇഫ് ഗവർണർ റിസർവ്സ് എ ബിൽ ഫോർ പ്രസിഡന്റ്, ദ പ്രസിഡന്റ് ക്യാൻ അപ്രൂവ് ഓർ റിജക്റ്റ് ഇറ്റ്. ഗവർണറിനെ പ്രസിഡന്റ് അയച്ചാലോ, പ്രസിഡന്റ് അപ്രൂവും ചെയ്യാം, റിജക്റ്റും ചെയ്യാം. ആർട്ടിക്കിൾ 202, സ്റ്റേറ്റ് ബഡ്ജറ്റ്. കൃത്യമായിട്ട് ബഡ്ജറ്റ്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബോധിപ്പിക്കണം. കേരള ഗവൺമെൻറ്റ്സ് ബഡ്ജറ്റ് പ്രസൻറ്റേഷൻ. ആർട്ടിക്കിൾ 213, ഗവർണേഴ്സ് ഓർഡിനൻസ് മേക്കിംഗ് പവർ. ഗവർണർ ഇഷ്യൂസ് ആൻ ഓർഡിനൻസ് വെൻ അസംബ്ലി ഇസ് നോട്ട് ഇൻ സെഷൻ. അസംബ്ലി, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒക്കെ പ്രോപ്പറായിട്ട് സെഷനിലല്ലാന്നാണെങ്കിൽ ഗവർണർക്ക് എന്ത് ചെയ്യാം? പ്രോപ്പറായിട്ട് അസംബ്ലി ഒന്നും ഇല്ലാന്നാണെങ്കിൽ, മീൻസ് അസംബ്ലി ഇപ്പോൾ പ്രോപ്പറായിട്ട് നടത്തുന്നില്ല എന്നൊക്കെയാണെന്നാണെങ്കിൽ ഗവർണർക്ക് പവേഴ്സ് ഉണ്ട്. ഗവർണർക്ക് എന്ത് പവേഴ്സ് ഉള്ളത്? ഗവർണേഴ്സ് പവർ ടു മേക്ക് ടെമ്പററി ലോസ്. ഇപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒന്നും പ്രോപ്പറായിട്ട് കൂടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഗവർണർക്ക് ടെമ്പററി ലോ ഉണ്ടാക്കാനായിട്ടുള്ളൊരു പവർ ഉണ്ട്. ആക്ച്വലി ഗവർണർക്ക് ടെമ്പററി ലോ ഉണ്ടാക്കാനുള്ള പവർ ഉണ്ട്. ഗവർണർ ക്യാൻ ഇഷ്യൂ ഓർഡിനൻസസ് വെൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് നോട്ട് ഇൻ സെഷൻ, ബട്ട് ദോസ് ഓർഡിനൻസസ് നീഡ് അപ്രൂവൽ വിത്തിൻ 6 weeks ഓഫ് അസംബ്ലി കൂടി ഒരു 6 weeksനുള്ളിൽ അതിന് അപ്രൂവ് ചെയ്തിരിക്കണം. സോ ആർട്ടിക്കിൾ 213 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗീവ്സ് ദ ഗവർണർ ദ പവർ ടു ഇഷ്യൂ ആൻ ഓർഡിനൻസ്. ഓർഡിനൻസ് വെച്ചാൽ ആർട്ടിക്കിൾ 213 ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഗവർണർക്ക് ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ കൊടുക്കുന്നത്. ഓർഡിനൻസ് എന്ന് വെച്ചാൽ, ക്ലാസ് എടുത്തെടുത്ത് സൗണ്ട് വരാത്തതാണ് കേട്ടോ. ഓർഡിനൻസ് എന്ന് വെച്ചാൽ ടെമ്പററി ലോ മെയ്ഡ് ബൈ ദ ഗവർണർ വെൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് നോട്ട് ഇൻ സെഷൻ. എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഒരു സെഷനിൽ ഇല്ല പ്രോപ്പറായിട്ട് എന്നാണെങ്കിൽ ഗവർണർക്ക് എന്ത് ചെയ്യാം? ടെമ്പററി ലോസ് ഉണ്ടാക്കാം. ഓർഡിനൻസ് ഹാസ് ദ സെയിം ഫോഴ്സ് ആസ് എ ലോ പാസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അതായത് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കൊണ്ടുവരുന്ന ആ ഒരു ലോയുടെ സെയിം ഫോഴ്സിൻ്റെ ആയിരിക്കും ഓർഡിനൻസിന് ഉണ്ടാവുക. ബട്ട് ഇറ്റ് മസ്റ്റ് ബി ലേഡ് ബിഫോർ ദ ലെജിസ്ലേച്ചർ വെൻ ഇറ്റ് റീഅസംബിൾ. 6 weekനുള്ളിൽ എന്ത് ചെയ്യണം? അത് അപ്രൂവ് ചെയ്യണം എന്നൊരു കാര്യം ഉറപ്പായിട്ടും നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത്, വി ആർ മൂവിങ് ഓൺ ടു ദി ഹൈക്കോർട്ട്. 214 തൊട്ട് 231 വരെ ഹൈക്കോർട്ടിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹൈക്കോർട്ട്, ജസ്റ്റ് എ സെക്കൻഡ്, ഫൈൻ. ആർട്ടിക്കിൾ 214, ഈച്ച് സ്റ്റേറ്റ് ഷാൽ ഹാവ് എ ഹൈക്കോർട്ട്. എല്ലാ സ്റ്റേറ്റിനും നിർബന്ധമായിട്ടൊരു ഹൈക്കോർട്ട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 214 ആണ്. ഫോർ എക്സാമ്പിൾ കേരള ഹൈക്കോർട്ട്. ആർട്ടിക്കിൾ 217, അപ്പോയിൻമെൻറ്റ് ഓഫ് ഹൈക്കോർട്ട് ജഡ്ജസ് ബൈ പ്രസിഡൻറ്റ്. പ്രസിഡൻ്റ് ആണ് ഹൈക്കോർട്ട് ജഡ്ജിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അണ്ടർ ആർട്ടിക്കിൾ 217.
ഹൈക്കോർട്ട്സ് പവർ ടു ഇഷ്യൂ റിറ്റ്സ് ഫോർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഫോഴ്സ്മെൻറ്റ് ആർട്ടിക്കിൾ 226 ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബേസ് ചെയ്തിട്ട് റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഹൈക്കോർട്ടിന് പവർ കൊടുക്കുന്നത് ആർട്ടിക്കിൾ 226 എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 226 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഗീവ്സ് എവറി ഹൈക്കോർട്ട് ദ പവർ ടു ഇഷ്യൂ റിറ്റ്സ് ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഓൾസോ ഫോർ അതർ ലീഗൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതുപോലെ മറ്റ് കുറച്ച് ലീഗൽ റൈറ്റ്സിനൊക്കെ വേണ്ടി ഹൈക്കോർട്ടിന് റിറ്റ്സ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള പവർ കൊടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 226 ആണ്. ഈ റിറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? റിറ്റ്സിൽ ഹേബിയസ് കോർപ്പസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്തു നോക്കിയുള്ളത് ഹേബിയസ് കോർപ്പസ്, പിന്നെ പ്രൊഹിബിഷൻ, കോ വാറണ്ട്, അങ്ങനെ പറഞ്ഞ കുറച്ച് സംഭവങ്ങളുണ്ട്. സോ അതൊക്കെയാണ് റിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഹൈക്കോർട്ട് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രൊട്ടക്ടർ ഓഫ് റൈറ്റ്സ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ഹൈക്കോർട്ട്, കേരള ഹൈക്കോർട്ട് ഓർഡറിംഗ് റിലീഫ് ഇൻ എൻവിറോൺമെൻറ്റൽ കേസസ് ആർട്ടിക്കിൾ 227. ഹൈക്കോർട്ട് സൂപ്പർവൈസറി പവർ ഓവർ ലോവർ കോർട്ട്. ഹൈക്കോർട്ടാണ് ലോവർ കോർട്ടിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതിന് ഹൈക്കോർട്ടിന് പവേഴ്സ് കൊടുക്കുന്ന ആർട്ടിക്കിളാണ് അത്. അടുത്തത് സബോർഡിനേറ്റ് കോഡ്സ് പറയുന്നത് ആർട്ടിക്കിൾ 233 to 237 വരെയാണ് ഇത് വരുന്നത്. 233 പവേഴ്സ് കൊടുക്കുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജസ് ബൈ ദ ഗവർണർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട്. ഗവർണറാണ് ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഡിസ്ട്രിക്ട് ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വിത്ത് കൺസൾട്ടേഷൻ വിത്ത് ദി ഹൈക്കോർട്ട്. ആർട്ടിക്കിൾ 234 അപ്പോയിൻമെൻറ്റ് ഓഫ് അതർ ജഡ്ജസ് ഓഫ് ലോവർ കോർട്ട്. മറ്റ് സബ് ഡിസ്ട്രിക്ട് ലെവലിലൊക്കെയുള്ള ജഡ്ജസിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാൻ പവേഴ്സ് കൊടുക്കുന്നത് ആർട്ടിക്കിൾ 234 ആണ്. റിലേഷൻസ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് 245 to 263 വരെയാണ് ആക്ച്വലി വരുന്നത്. നമുക്ക് നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആർട്ടിക്കിൾ 245 പാർലമെൻറ്റ് ക്യാൻ മേക്ക് ലോസ് ഫോർ വോൾ പാർട്ട് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ്സ് ഫോർ ദർ ടെറിട്ടറി. പാർലമെൻറ്റ്സിൽ ലോസ് ഉണ്ടാക്കാനായിട്ട് പവേഴ്സ് കൊടുക്കുന്നു. ആർട്ടിക്കിൾ 246 സബ്ജക്ട് മാറ്റേഴ്സ് ഓഫ് ലോ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഒക്കെ വരുന്നത് ആർട്ടിക്കിൾ 246 നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ, കുറച്ച് കേട്ടിട്ടുള്ളതല്ലേ, ഞാൻ ക്ലാസ് വന്നിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതാ പറഞ്ഞത്, നേരത്തെ ഞാൻ ക്ലാസ് വന്നിട്ടില്ലേ, ഇപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ പഠിച്ചില്ല. ഇതേപോലെ മുമ്പോട്ടേക്ക് ഈ പഠിച്ച ആർട്ടിക്കിൾ ബേസ് ചെയ്ത് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആർട്ടിക്കിൾസ് പഠിപ്പിക്കുന്നത്. പാർലമെൻറ്റ് മേക്സ് ലോ ഓൺ ഡിഫൻസ്, സ്റ്റേറ്റ് മേക്ക് ലോ ഓൺ പോലീസ്, ബോത്ത് ക്യാൻ മേക്ക് ഓൺ എഡ്യൂക്കേഷൻ. പാർലമെൻറ്റ് ഡിഫൻസ് റിലേറ്റ് ചെയ്ത് ലോസ് ഉണ്ടാക്കുന്നു, സ്റ്റേറ്റ് പോലീസ് ബേസ് ചെയ്ത് ലോ ഉണ്ടാക്കുന്നു, എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ട് രണ്ടുപേർക്കും ലോസ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു പവേഴ്സ് ആക്ച്വലി ഇവിടെ ഉണ്ട്. ആർട്ടിക്കിൾ 249 പാർലമെൻറ്റ് ക്യാൻ മേക്ക് ലോസ് ഓൺ സ്റ്റേറ്റ് ലിസ്റ്റ് ഇൻ നാഷണൽ ഇൻട്രസ്റ്റ്. രാജ്യത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഇൻ വിത്ത് റിഗാർഡ്സ് ടു ദ നാഷണൽ ഇൻട്രസ്റ്റ് പാർലമെൻറ്റിന് സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്തുണ്ടാക്കാം? ലോസ് ഉണ്ടാക്കാം. ഇതാ പറയുന്നത്. അവിടെ യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റിൽ പാർലമെൻറ്റാണ് സുപ്പീരിയർ, കൺകറന്റ് ലിസ്റ്റിലും പാർലമെൻറ്റാണ് കുറച്ചും കൂടെ പവേഴ്സ് ഉള്ളത് സ്റ്റേറ്റിനേക്കാളും. സ്റ്റേറ്റ് ലിസ്റ്റിലും പാർലമെൻറ്റിന് പവേഴ്സ് ഉണ്ട്. ഇതുകൊണ്ടാണ് ഒരു യൂണിറ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ക്വാസി ഫെഡറൽ ആണെന്ന് പറയാൻ കാരണം. ആർട്ടിക്കിൾ 252 സ്റ്റേറ്റ്സ് ക്യാൻ കൺസെൻറ്റ് ഫോർ പാർലമെൻറ്റ് മേക്ക് ലോ ഓൺ സ്റ്റേറ്റ് സബ്ജക്ട്. അതായത് ആർട്ടിക്കിൾ 252 പ്രകാരം സ്റ്റേറ്റ്സിന് പാർലമെൻറ്റിനോട് പറയാം, ഞങ്ങൾ നോക്കി നടത്തുന്നൊന്നും പ്രോപ്പറല്ല, ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഭയങ്കര വീക്കാണ്, പാർലമെൻറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് കൈകാര്യം ചെയ്യും, നമുക്ക് അങ്ങോട്ടേക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചോദിക്കാം. ആർട്ടിക്കിൾ 263 ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ കോർഡിനേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. മ്യൂച്വൽ കോർഡിനേഷനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ദാറ്റ്സ് ഓൾ. സോ അടുത്തതെന്ന് പറയുന്നത് ഫിനാൻസ്, പ്രോപ്പർട്ടി, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 264 to 300. ആർട്ടിക്കിൾ 265 നോ ടാക്സ് ക്യാൻ ബി ലെവീഡ് എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ. GST ഇൻകം ടാക്സ് കളക്റ്റഡ് ഓൺലി ത്രൂ ലോ. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഇപ്പോൾ 3 lakhന് മുകളിൽ അല്ലെങ്കിൽ ഒരു 5 lakhന് മുകളിൽ അല്ലെങ്കിൽ ഒരു 20 lakhന് മുകളിലൊക്കെ മന്ത്ലി സാലറി ഉണ്ടെങ്കിൽ ടാക്സ് പേ ചെയ്യണം, ടാക്സ് ഡിഡക്റ്റ് ആവും. അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ആർട്ടിക്കിൾ 266 കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് വെച്ചാൽ എന്താ? ഐ ജസ്റ്റ് വോണ്ട് ടു മേക്ക് ഇറ്റ് വെരി ക്ലിയർ. കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് വെച്ചാൽ എന്താ? ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് വെച്ചാൽ ഗവൺമെൻറ്റ്സ് മെയിൻ അക്കൗണ്ട് ആണ്. എന്ന് വെച്ചാൽ വലിയൊരു സേവിങ്സ് അക്കൗണ്ട് നമുക്ക് പറയാം. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു മെയിൻ ആയിട്ടൊരു അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയാം. സ്റ്റേറ്റിൻ്റെ ആകുമ്പോൾ സ്റ്റേറ്റിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്. വാട്ട് ഗോസ് ഇൻ ടു ഇറ്റ്? എല്ലാ റവന്യൂ, ഓൾ റവന്യൂസ് എന്ന് വെച്ചാൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയാം. ഓൾ റവന്യൂ, ടാക്സസ്, ഡ്യൂട്ടീസ്, ഫീസ്, ഫൈൻ, എല്ലാ കാര്യങ്ങളും സെൻട്രൽ ഗവൺമെൻറ് സേവിങ്സ് അക്കൗണ്ടിലേക്ക് പോകും, കൺസോളിഡേറ്റഡ് അക്കൗണ്ടിലേക്ക് പോകും. അത് വലിയൊരു അക്കൗണ്ട് ആയിരിക്കും. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞാലോ, ഓൾ ദ റവന്യൂസ്, ടാക്സും ഡ്യൂട്ടീസും ഫീസും ഫൈൻ കളക്ട് ചെയ്തൊക്കെ എവിടേക്ക് പോകും? സ്റ്റേറ്റ് ഗവൺമെൻറ് അക്കൗണ്ടിലേക്ക് പോകും. അതേപോലെ ഗവൺമെൻറ് റേസ് ചെയ്ത് ലോൺ, എല്ലാ റീപേയ്മെൻറ്റ് ചെയ്ത സമയത്ത് എല്ലാ കാര്യങ്ങളും അതിനായിരിക്കും പോവുക, അതിലേക്കായിരിക്കും വരിക. ഓക്കെ, എക്സ്പെൻഡിച്ചർ അതിൽ നിന്നും പോവും, അതിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും. അതാണ് കൺസോളിഡേറ്റഡ് ഫണ്ട്. ആർട്ടിക്കിൾ 267
കോണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ. കോണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ എമർജൻസി പോക്കറ്റ് മണി ഓഫ് ഗവൺമെൻറ്. ഈ കോണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ ഗവൺമെൻറ് എമർജൻസി പോക്കറ്റ് മണിയാണ്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത സമയത്ത് അവർക്ക് എടുക്കാനുള്ള ഒരു റിസർവ് എന്ന് പറയാം. ഓക്കെ, അറ്റ് ദ സെൻട്രൽ ലെവലുണ്ട്, സ്റ്റേറ്റ് ലെവലിലുണ്ട്. അടുത്ത ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിവിടെ പറയുന്നത്. 15th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 292 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്യാൻ ബോറോ മണി ഓൺ സെക്യൂരിറ്റി ഓഫ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 292 പ്രകാരം ദ യൂണിയൻ ഗവൺമെൻറ് ക്യാൻ ബോറോ മണി ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. എന്ന് വെച്ചാൽ RBI മറ്റ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നിന്നൊക്കെ ലെൻഡായിട്ട് മീൻസ് മണി ഇങ്ങോട്ടേക്ക് ബോറോ ചെയ്യാം, ലോണായിട്ടൊക്കെ വാങ്ങിക്കാം. 293 ബോറോയിങ് പവേഴ്സ് ഓഫ് സ്റ്റേറ്റിനുള്ള ബോറോയിങ് പവേഴ്സ്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിനുള്ള ബോറോയിങ് പവേഴ്സ്, ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള ബോറോയിങ് പവേഴ്സ്. ആർട്ടിക്കിൾ 300 ഗവൺമെൻറ് ഓഫ് India and state government can sue or be sued in courts. ഇവിടെ സ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഡീൽ വിത്ത് ദ ലീഗൽ പേഴ്സണാലിറ്റി ഓഫ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ്സ്. എന്ന് വെച്ചാൽ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ് ഇൻ ദ നെയിം ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യ. The government of a state can sue. This means the union and states are legal persons just like individuals or companies for the purpose of court cases. എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും കോടതിയുടെ മുമ്പിൽ ഒരേപോലെ തന്നെ. ഫോർ എക്സാമ്പിൾ, ഇഫ് സമ്മൺസ് പ്രോപ്പർട്ടീസ് അൺലോഫുള്ളി ടേക്കൺ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയണം, ഓക്കെ നിങ്ങളുടെ വീട്ടിലെ കൂടി നാളെ ഹൈവേ വരുന്നുണ്ട്, ആ സ്ഥലം കൂടെ തന്നേക്ക്, നിങ്ങൾ പറയണ താല്പര്യമില്ല, അവർ നിങ്ങളുടെ നിന്ന് പിടിച്ച് വാങ്ങിയെന്ന് വിചാരിച്ചോ, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കോർട്ടിൻ്റെ മുമ്പിൽ അവർ ആൻസറബിൾ ആണ്. പക്ഷേ അതേപോലെ തന്നെ അവർ പ്രോപ്പറായിട്ട് നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾ പറയുന്ന കോമ്പൻസേഷനൊക്കെ തന്നിട്ട് അവർക്ക് എടുക്കാനുള്ള അധികാരമുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ്. സോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾ പിടിച്ച് പറിച്ചുകൊണ്ട് പോകാണെന്ന് വിചാരിച്ചു, നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്ഥലം എടുത്തിട്ട് നിങ്ങൾ പിടിച്ച് പുറത്താക്കി വിചാരിച്ചോ, യു ക്യാൻ ഡയറക്റ്റ്ലി അപ്രോച്ച് ദ കോർട്ട്. ജുഡീഷ്യറി അവിടെ ഉണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 200 to 300 വരെ പഠിക്കാനുള്ളത്. ഇതിൻ്റെ നോട്ട് ഞാൻ അയച്ചു തരാം, ഇന്ന് തന്നെ റിവൈസ് ചെയ്യാം. സോ നമ്മൾ കഴിഞ്ഞു, ഓൾമോസ്റ്റ് ആർട്ടിക്കിൾസ് എല്ലാം കഴിഞ്ഞു. 300 to 367 വരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതുകൂടെ ഒരു കുഞ്ഞ് ക്ലാസ്സിലെടുത്ത് മൊത്തം ഒന്ന് റിവൈസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ടോപ്പിക്സിലേക്ക് പോകാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക്സ് എ ലോട്ട്.